കർത്താവിൽ പ്രിയ ദൈവജനമേ, വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദിനനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഈ അവസരം ഒരുക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് വിടിവിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ കാനാനിലേക്ക് യാത്ര പുറപ്പെടണമെങ്കിൽ അവർ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുവിക്കണമായിരുന്നു. അങ്ങനെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കപ്പെടേണ്ടതിന് ദൈവമായ കർത്താവ് ഒരു പദ്ധതി തയ്യാറാക്കി ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി ആ ദൈവിക പദ്ധതി രൂപപ്പെടുകയാണ്. ആ ദൈവിക പദ്ധതിയെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുകയാണ്. ആമുഖമായിട്ട് നാം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട്, ഈ സന്ദർഭത്തിനായിട്ട് അധികം നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവം, ഞങ്ങൾ വായിച്ചു കേട്ടതായി തിരുവചനത്തിനെ സ്തുതിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മോചനത്തിനായിട്ട് അവരുടെ അടിമത്തിൽ നിന്നും അവർ വിടുവിക്കപ്പെടേണ്ടതുണ്ട്. അതിനായിട്ട് ദൈവം ഒരുക്കിയതായ ആ വലിയ പദ്ധതിയെ ഞങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഇന്ന് അവസരം ഒരുക്കുകയും ദൈവമേ, ഇതോ ശ്രമിക്കുന്നതിൻ്റെ മക്കൾക്കെല്ലാവർക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം പകർന്നവനെ അനുഗ്രഹിക്കും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, മിസ്രയീമിലെ അടിമത്വത്തിൽ കഴിയുന്നതായ ഇസ്രായേൽ ജനങ്ങൾ അവർക്ക് ഫറവോൻ്റെ നേതൃത്വത്തിൽ നൽകിയതായ പ്രവർത്തനങ്ങളും ശിക്ഷകളും പദ്ധതികളും ഒന്നും അവരിൽ വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരിലെ ആൺകുഞ്ഞുങ്ങളൊക്കെയും നശിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിച്ചു. അതിൻ്റെ ഫലമായി അവിടെ എബ്രായർ ലേവ്യ ദമ്പതിമാരിൽ നിന്ന് ജനിച്ചതായ ഒരു കുഞ്ഞിനെ ദൈവം ഒരു പ്രത്യേക പദ്ധതിയാൽ സംരക്ഷിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ അവർ വെള്ളത്തിൽ ഒഴിക്കപ്പെട്ടതായ ആ ആൺകുഞ്ഞിനെ ഫറവോൻ്റെ രാജകുമാരി തൻ്റെ കുളക്കടവിൽ വെച്ച് കണ്ടെത്തുകയും അവനെ വീട്ടിലെടുത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതായ ആ പൈതൽ അവനെ ഓമനിച്ച് വളർത്തി. ആ രാജകുമാരി തന്നെയാണ് ആ പൈതലിന് പേരിട്ടത്. അങ്ങനെ ഇട്ടതായ പേരാണ് മോശ എന്ന് പറയപ്പെടുന്നത്. ഒരുപക്ഷെ മോശയുടെ മാതാപിതാക്കളായ ഇമ്രാമും യാക്കോബേത്തും അല്ല ഈ കുഞ്ഞിന് പേരിട്ടത്. ഈ കുഞ്ഞിന് പേരിട്ടത് മിസ്രയീം രാജാവിൻ്റെ മകളായ രാജകുമാരിയാണ്. ആ രാജകുമാരി ഇട്ടതായ ആ പേര് മോശ എന്നുള്ളത് അതെ, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ് അതിന് ലഭിക്കുന്നത്. എന്നാൽ മിസ്രയീമിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ് മേശു എന്ന് പറയപ്പെടുന്നത്. ഈ മേശു എന്ന് പറയുന്ന പേരും മോശ എന്ന് പറയപ്പെടുന്ന പേരും ഒരേപോലെ സാദൃശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ മാനവരാശി രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അതെ ജനിച്ചതായ
ഉടലെടുത്തതായ കർത്താവായ യേശു ക്രിസ്തുവിന് യേശു എന്നുള്ളതായ പേരും സാദൃശ്യമുള്ളത് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു അത് ജനത്തെ വീണ്ടെടുക്കുന്നത് പോലെ മോശയും തൻ്റെ ജനത്തെ ആ അടിമത്വത്തിൽ നിന്നും വീണ്ടെടുക്കുമായിരുന്നു. ഇവിടെ മോശ അമ്മയുടെ മുല കുടിച്ച് തൻ്റെ ബാല്യകാലം കഴിച്ചു കൂട്ടുവാനും തുടർന്ന് ഒരു രാജകുമാരൻ്റെ പ്രൗഢിയോടുകൂടെ അവിടെ വിദ്യാഭ്യാസം ചെയ്യുവാനും നല്ല ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത കൈവരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുകയും ചെയ്തു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഫറവോൻ്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി. മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫറവോൻ്റെ മകൾ മോശയെ എടുത്ത് അത് തൻ്റെ മകനായി വളർത്തിയെന്നും മോശെ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു എന്നും ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാജകീയമായ വിദ്യാഭ്യാസവും പരിചരണവും എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നതായ മോശ ഒരു കാരണവശാലും തൻ്റെ വ്യക്തിത്വത്തെ മറന്നില്ല. എന്നാൽ തൻ്റെ സഹോദരന്മാരുടെ അടിമത്വ വേല മോശയെ വളരെയധികം വേദനപ്പെടുത്തുകയും വളരെയധികം ദുഃഖാകുലനാക്കി തീർക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, മോശ തൻ്റെ സഹോദരന്മാരെ കാണുവാൻ തക്കവണ്ണം രാജകൊട്ടാരത്തിൽ നിന്ന് അവർ അടിമ വേല ചെയ്യുന്ന വയലിലേക്ക് പുറപ്പെടുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ തൻ്റെ സഹോദരന്മാർ അവിടെ അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും അവിടെയുള്ളതായ അത് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായ പ്രത്യേകമായിട്ടുള്ളതായ ആ വ്യക്തികൾ അവരെ ഉപദ്രവിക്കുന്നതും കാര്യവിചാരകന്മാർ അല്ലെങ്കിൽ ഊഴിയവിചാരകന്മാർ അവരെ ഹീനമായി ഉപദ്രവിക്കുന്നതും കണ്ട് വേദനപ്പെടുന്നതായ ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ ഈ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതായ ജനങ്ങൾ തൻ്റെ സഹോദരങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവരും തൻ്റെ രക്തബന്ധവുമാണെന്ന് മനസ്സിലാക്കുവാനുള്ള അവസരം മാതാവിൻ്റെ അടുക്കൽ പോയി പാല് കുടിച്ച് വളരുകയും അവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും ചെയ്തതുകൊണ്ട് മാതാവിലൂടെ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ 13-ഉം 14 നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് 11 മുതൽ ഉള്ള വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രയീമ്യൻ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രയീമ്യനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. തുടർന്ന് പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ പരസ്പരം ചണ്ട കൂടുന്നത് കണ്ടു. അന്യായം ചെയ്തവനോട് നിൻ്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയത് ആർ? മിസ്രയീമ്യനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാൻ തക്കവണ്ണം നീ ശ്രമിക്കുന്നുവോ എന്ന് ചോദിച്ചു. തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യ ദിവസം ആ ഒരു ഊഴിയവിചാരകനെ അടിക്കുവാനും അവനെ കൊന്ന് മണലിൽ താഴ്ത്തുവാനും തൊക്കെ മുഖാന്തരമായി തീർന്നത്. എന്നാലിപ്പോൾ തൻ്റെ സഹോദരന്മാരെ അവിടെ വഴക്ക് തീർക്കുവാൻ അവരെ സ്നേഹപൂർവ്വം അടുത്ത് ചെന്ന് അവരെ ഉപദേശിച്ചപ്പോൾ വളരെ കർക്കശമായ ഒരു നിലപാട് തൻ്റെ സഹോദരന്മാരുടെ പക്കത്തിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ആ സഹോദരന്മാർ പറയുകയാണ്, കഴിഞ്ഞ ദിവസം നീ ഒരു മിസ്രയീമ്യനെ അടിച്ചു കൊന്നതുപോലെ
ഇന്ന് ഞങ്ങളെ നീ അടിച്ചു കൊല്ലുവാൻ വരുന്നോ എന്ന് ചോദിച്ചു. വളരെ പരമരഹസ്യമായി സൂക്ഷിച്ചിരുന്നതായ ആ യാഥാർത്ഥ്യം ജനങ്ങൾ അറിഞ്ഞുപോയി. തുടർന്ന് രാജാവും അറിയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വളരെയധികം ഭാരപ്പെടുന്നതായിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കും. എന്നാൽ അവിടെ നിന്നും അവൻ എത്രയും വേഗം അത് രക്ഷപ്പെടേണ്ടതുണ്ട്. ഈ സംഗതി ഫറവോൻ അറിയുകയും ഫറവോൻ ഈ മോശയെ കൊല്ലുവാൻ തക്കവണ്ണം അവനെ തിരിയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ മോശ അവിടെ നിന്നും പുറപ്പെട്ട് അവൻ മിദ്യാനിലേക്ക് പോകുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. മിദ്യാനിൽ എത്തിച്ചേരുന്നതായ മോശ അവിടെ ചില ദിവസങ്ങൾ താമസിക്കുന്നു. തുടർന്ന് അവൻ യാത്ര ചെയ്ത് ഒരു ഉറവയുടെ കരയിലെത്തുമ്പോൾ അവിടെ വന്നു ചേരുന്ന ഇടയ പെൺകുട്ടികളിലൂടെ ഇത്രോ എന്ന് പറയപ്പെടുന്നതായ മിദ്യാനിലെ പുരോഹിതൻ്റെ ഭവനത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേർന്നതായ ആ മോശയെ വളരെയധികം സ്നേഹത്തോടുകൂടെ അവർ കൈക്കൊള്ളുകയും അവന് പാനീയങ്ങൾ നൽകി ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, വളരെയധികം സ്നേഹവും താല്പര്യം തോന്നുന്നതായ പുരോഹിതനായ യിത്രോ തൻ്റെ മകളെ സിപ്പോറെ അവൻ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ വിവാഹിതനായി താമസിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ അമ്മായി അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ അത് ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം ഹോരേബ് പർവ്വതത്തിന് സമീപം അവൻ തൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരത്ഭുതം കാണുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നു. അവിടെ മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തുകയാണ്, അത് തീ പിടിക്കുന്നു. എന്നാൽ മുള്ളുകളൊന്നും തന്നെ, അതിലെ മുൾച്ചെടികളൊന്നും തന്നെ എരിഞ്ഞ് അമരുന്നില്ല. ഈ അത്ഭുതം കാണുവാൻ തക്കവണ്ണം അത് മോശ തൻ്റെ ആ അത്ഭുതം കണ്ട സ്ഥലത്തേക്ക്, ആ തീ പിടിക്കുന്ന സ്ഥലത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആ തീയുടെ മധ്യയിൽ നിന്ന്, മുൾപ്പടർപ്പിൻ്റെ മധ്യയിൽ നിന്ന് മോശേ മോശേ എന്ന് വിളിക്കുന്നതായ ശബ്ദം കേട്ടു. അടിയനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ നീ അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകുകയാൽ നിൻ്റെ ചെരുപ്പ് ഊരിക്കളയുക എന്ന് പറഞ്ഞു. ഇവിടെ ഹോരേബ് പർവ്വതത്തിൽ ദൈവമായ കർത്താവ് അവിടെ വന്നിരിക്കുകയാണ്. ഹോരേബ് പർവ്വതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് മോശയോട് പ്രകാരം പറയുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നു. ഇവിടെ ചില 2-3 കാര്യങ്ങൾ, ആശയങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം മുഖാന്തരമായി തീരുകയാണ്. ഒന്നാമതായിട്ട് മോശയോട് പറയുന്നത്, നീ ഇങ്ങോട്ട് വരരുത്. കാരണം മോശ മിസ്രൈമിൽ വെച്ച് ഒരു മിസ്രൈമിനെ കൊന്നതുകൊണ്ട് കൊലപാതക കുറ്റം ചെയ്തതായ ഈ വ്യക്തി പാപിയായി തീർന്നു. കൊലപാതകം ചെയ്തതിൻ്റെ പേരിൽ പാപിയായി തീർന്നതായ ഈ വ്യക്തി ഒരു കാരണവശാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അത് നേരിട്ട് പോകുവാൻ തക്കവണ്ണം സാധ്യമല്ല. അവൻ്റെ പാപങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടല്ലാതെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ പാടില്ല. അതുകൊണ്ടാണ് നീ എൻ്റെ അടുക്കൽ വരരുത്, അടുക്കലോട്ട് വരരുത് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് എന്ന് അവിടെ പറയുന്നു. ദൈവവും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം എപ്പോഴും പരിശുദ്ധമാണ്. കാരണം ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ പരിശുദ്ധിയുണ്ടോ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, പരിശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ദൈവത്തിന് വസിപ്പാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. അതുപോലെ ദൈവം വസിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം അതെ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അവരെ സ്ഥിതിക്കുന്ന സ്ഥലവും പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, നിൻ്റെ ചെരുപ്പ് കാലിൽ നിന്നും ഊരിക്കളക എന്ന് പറഞ്ഞു. ഇവിടെ
ഈ ചെരുപ്പ് ഊരിക്കളയുവാൻ തക്കവണ്ണം പറയുന്നത്, ഒരുപക്ഷെ ഇന്നുവരെയും നീ ഇടയനായി നിൻ്റെ ഇടയ വേലയ്ക്ക് ഉപയോഗിച്ചതായ ഈ ചെരുപ്പ് അത് നീ മാറ്റി ഒരുപക്ഷെ നീ നേതൃത്വത്തിൻ്റെ ചെരുപ്പ്, ശുശ്രൂഷയുടെ ചെരുപ്പ് നീ ധരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴുള്ള വഴികളെ വിട്ട് പുതിയ ഒരു വഴിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം എന്ന് ഇത് അർത്ഥമാക്കുന്നത്. വിശുദ്ധീകരണത്തിൻ്റെയും നാം കഴിഞ്ഞ നാളുകളിൽ ആയിരുന്നതായ പാപാന്തകാര ജീവിത പാതകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നാം സഞ്ചരിക്കപ്പെടേണ്ടതിനാണ് യഥാർത്ഥമായിട്ട് ഈ ആശയം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5:17 പറയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇന്ന് ഇതാ ഞാൻ പുതിയതാക്കി തീർക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതായ ദൈവമക്കൾ ദൈവത്തിൻ്റെ വിശുദ്ധമായ ആ പാതയെ പിന്തുടരുവാൻ തക്കവണ്ണം പുതിയ ഒരു സൃഷ്ടിയായി തീരേണ്ടതുണ്ട്. ഒരു സൃഷ്ടിയായി തീരുമ്പോൾ അവൻ പുതിയ ദേഹിയായി തീരുന്നു. പിന്നെ ദൈവം മോശയോട്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടിരിക്കുന്നത് കൊണ്ട് അവരെ മിസ്രയീമിൽ നിന്നും വിടിയിപ്പാൻ തക്കവണ്ണം പാലും തേനും ഒഴുകുന്നതായ ആ കനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ വീണ്ടും ഫറവോൻ്റെ അടുക്കിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവനിയോഗത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മോശ പല ഉപാധികളും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കുവാൻ തക്കവണ്ണം, ഈ ഇസ്രായേൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഞാൻ എന്തുള്ളൂ എന്നാണ്. ഞാൻ വളരെ നിസ്സാരനാണ്, എനിക്ക് ഈ ജനങ്ങളെ വിടിയിപ്പാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞ് ഒരു ഉപാധി പറയുന്നതായിട്ട്, ഒഴിവ് കഴിവ് പറയുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് ദൈവമായ കർത്താവ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിന് അവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ വിടുവിച്ച് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. രണ്ടാമത് വീണ്ടും ഒരു ഒഴിവ് കഴിവ് പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനിങ്ങനെ ചെന്ന് പറയുമ്പോൾ നിന്നെ അയച്ചതായ ദൈവം ആര് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? അതിന് മോശയോട് ദൈവം പറഞ്ഞു, ആ 14-ാം വാക്യത്തിൽ, ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്ന് നീ അവനോട് പറയണം, നിന്നെ അയച്ചിരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, അവരെന്നെ വിശ്വസിക്കാതെ എൻ്റെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ ഞാൻ യഹോവേ നിനക്ക് പ്രത്യക്ഷമായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോഴും ദൈവം അതിന് ചില അടയാളങ്ങളും അത്ഭുതങ്ങളും അവന് കാണിച്ചു കൊടുക്കുകയും വിശ്വസിക്കത്തക്ക രീതിയിലുള്ളതായ പ്രവർത്തനം നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ചെയ്യുകയും ചെയ്യുന്നു. 4-ാമതായിട്ട് അവൻ പറയുകയാണ്, അയ്യോ ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്കിത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എന്നെക്കൊണ്ട് സാധ്യമല്ല, ഞാൻ അശക്തനാണ് എന്ന് പറയുന്നത് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് ദൈവം പറയാണ്, നിൻ്റെ സഹോദരനായ അഹരോനെ, അവൻ വാക്സാമർത്ഥ്യമുള്ളവനാണ്, അവന് നിന്നോടുകൂടെ അയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉപാധികളെല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ താൻ തൻ്റെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിക്കപ്പെടുന്നതായ ആ വലിയ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം, അതിനോട് യോജിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വലിയൊരു തീരുമാനത്തോടെ ദൈവത്തിന് വിനയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ അവൻ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമായി എണ്ണി എന്ന് എബ്രായകൃത ലേഖനത്തിൽ അവിടെ അപ്പോസ്തലൻ പൗലോസ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം പദ്ധതി തയ്യാറാക്കി ആ വലിയ ശുശ്രൂഷയ്ക്കും സേവനത്തിനും വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ
അവൻ ഉപാധികൾ പറഞ്ഞ് രക്ഷപ്പെടുവാൻ തക്കവണ്ണം അത് ശ്രമിച്ചുവെങ്കിലും ദൈവം അത് ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെ അവന് നിയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവനെ തിരഞ്ഞെടുക്കുകയും അതിന് വിനിയോഗിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ ഓരോരോ പദ്ധതികൾക്ക് വേണ്ടി, ഓരോരോ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പലപ്പോഴും നാം എന്താണ് ചെയ്യുന്നത്? പലവിധമായ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അതെ നാം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കപ്പെടുമ്പോൾ അത് ചെയ്യുവാനുള്ള കഴിവ് എനിക്കില്ല, അതിന് ഞാൻ പ്രാപ്തനല്ല, അതിനുള്ളതായ യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് പലരും പിന്മാറിപ്പോകുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ താഴ്ന്ന നിലയിലുള്ളതായ ഒരു കൂട്ടം സഹോദരന്മാരെയാണ്, യൗവനക്കാരെയാണ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മളെത്ര കഴിവില്ലാത്തവരായിരുന്നാലും, എത്രമാത്രം കുറവുള്ളവരായിരുന്നാലും, വിദ്യാഭ്യാസം ഇല്ല എന്ന് നമ്മൾ ധരിച്ചിരുന്നാലും, നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുകയും താഴ്മയോടുകൂടെ അവൻ്റെ സന്നിധിയിൽ വിനയപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മെ അവന് യോഗ്യമായ നല്ല പാത്രമാക്കി രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മെ അവൻ രൂപപ്പെടുത്തും എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മോശയുടെ ജീവിതമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കുമ്പോൾ, മോശ ഒരുപക്ഷെ രാജകൊട്ടാരത്തിൽ അവൻ മറ്റു കാര്യങ്ങളും ചിന്തിക്കാതെ, തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, സഹോദരൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് മനസ്സിലാക്കാതെ അവൻ രാജകൊട്ടാരത്തിൽ താമസിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും മോശ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവായി, ഒരു രാജകുമാരനായി അടുത്ത ഭരണം നിയന്ത്രിപ്പാൻ തക്കവണ്ണം മുഖാന്തരമായി തീരുന്ന ഒരു വ്യക്തിയായി തീരുമായിരുന്നു. എന്നാൽ ഈ ലോകത്തിലെ പാപസംബന്ധമായ നന്മകളേക്കാൾ, അനുഗ്രഹങ്ങളേക്കാൾ ക്രിസ്തുവിനോടൊപ്പം കഷ്ടപ്പെടുന്നത്, ദൈവജനത്തോടൊപ്പം കഷ്ടപ്പെടുന്നത് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ എല്ലാവിധമായ ഉയർച്ചകളെയും അനുഗ്രഹങ്ങളും നന്മകളെയും നിസ്സാരമെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ തക്കോണം മുഖാന്തരമായി തീരുവാൻ, ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ തക്കോണം, ദൈവത്തോട് ചേരുവാൻ തക്കോണം അത് മുഖാന്തരമായി തീർന്ന ആ മോശയുടെ ജീവിതം നമ്മുടെ ഒരു ജീവിത പാഠമായി തീരുവാൻ ദൈവമേ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്ന ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ടതായ തിരുവചനത്തിനായിട്ട് സ്തുതിക്കുന്നു. മോശയെ പോലെ ദൈവമേ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവവേലയിൽ നിന്ന് പിന്മാറ്റം ചെയ്തു പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട്, താഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിനടുക്ക് ചെല്ലുവാനും ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷ വേലകൾ നല്ല രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം, പ്രാപ്തരാക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം, മാനവും മഹത്വം നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.